നിയമസഭയുണ്ട് ഇന്ന് 2025 കേരള ധനവിനിയോഗ ബില്ലിന്റെ ചർച്ച ഇന്ന് നിയമസഭയിൽ അവസാനിക്കുന്ന ദിവസം കൂടിയാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഷീജ ഒരിക്കൽ കൂടി ചേരുന്ന ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം. ഷീജ, എന്തൊക്കെ വരും സഭയിൽ? എന്തൊക്കെ ബില്ലിന് മുന്നിലുള്ള ചർച്ചകളുണ്ടാകും? എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധ ക്ഷണിക്കലായി വരും? ഏതായാലും ഇന്നും നാളെയും കൊണ്ട് നിയമസഭയുടെ ബജറ്റ് സമ്മേളനം നാളെയാകുമ്പോൾ പൂർത്തിയാവുകയാണ്. ഇന്നിപ്പോൾ പ്രധാനമായും ധനബില്ലിന്റെ ചർച്ച അതിന്ന് പൂർത്തിയാവുകയാണ്. അതിനുള്ള മറുപടി ധനമന്ത്രി ഇന്ന് പറയുന്നതായിരിക്കും. അതിനു പുറമെ രണ്ട് ബില്ലുകൾ ഇന്ന് സഭ പരിഗണിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബില്ല് എന്ന് പറയുന്നത് സ്വകാര്യ സർവകലാശാല ബില്ലാണ്. ഈ ബില്ല് മന്ത്രിസഭ അംഗീകരിച്ച് ഈ സെഷനിൽ തന്നെ മാർച്ച് 3-നായിരുന്നു നിയമസഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. സ്വകാര്യ സർവകലാശാല ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തോതിൽ സർക്കാരിനെതിരെയുള്ള പ്രചരണമൊക്കെ പ്രതിപക്ഷം നടത്തിയിരുന്നു. പക്ഷേ എല്ലാത്തിനും കൃത്യമായിട്ടുള്ള മറുപടി അടക്കം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട് ബില്ല് അവതരിപ്പിക്കുമ്പോൾ തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ബില്ലിന്റെ ചർച്ചയിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ ക്രിയാത്മകമായിട്ടുള്ള ചർച്ചകൾ ഉയർന്നു വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊന്ന്, വ്യാവസായിക നിക്ഷേപ സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബില്ലാണ്. ഇതിലും കൃത്യമായ രീതിയിൽ സംസ്ഥാനത്ത് വ്യവസായ വളർച്ച ഏത് രീതിയിലാണ് ഉണ്ടായിട്ടുള്ളത് എന്നടക്കമുള്ള കാര്യങ്ങൾ ഈ ബില്ലിന്റെ ചർച്ചയുടെ സാഹചര്യത്തിലും ഉയർന്നു വരും എന്നുള്ളതിൽ സംശയമില്ല. മറ്റ് രണ്ട് വിഷയങ്ങൾ എഐയുമായി ബന്ധപ്പെട്ടാണ് ശ്രദ്ധ ക്ഷണിക്കലുകൾ ഇന്ന് സഭയിൽ ഉയർന്നു വരിക. ഒന്ന്, സംസ്ഥാനത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് എഐയുടെ ആവശ്യകത ഇതുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. മറ്റൊന്ന്, റോഡുകളുടെയും പാലങ്ങളുടെയും നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ് ഇന്ന് ശ്രദ്ധ ക്ഷണിക്കലായിട്ടൊക്കെ ഉയർന്നു വരുന്നത്. പ്രതിപക്ഷം ഇന്നിപ്പോൾ ആരോഗ്യ വകുപ്പിനെതിരായിട്ടുള്ള ആക്രമണം അത് തുടരുക എന്നുള്ളൊരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോഴിക്കോട് ആശുപത്രിയിലെ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇന്നിപ്പോൾ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ ഈ ആശമാരുടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന SUCയുടെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം ആശമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ ആരോഗ്യ മന്ത്രിയെ കടന്നാക്രമിക്കുക എന്നുള്ളൊരു നടപടി അത് പ്രതിപക്ഷം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ സ്വീകരിച്ചു വരികയാണ്. നിയമസഭയ്ക്കുള്ളിലും നിയമസഭയ്ക്ക് പുറത്തും അത് ഇന്നും തുടരുക എന്നുള്ളൊരു തീരുമാനമാണ്. ആരോഗ്യ വകുപ്പിനെതിരായ വിഷയം തന്നെയാണ് ഇന്നിപ്പോൾ അടിയന്തര പ്രമേയമായി കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിലൊക്കെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഈ വിഷയങ്ങളിൽ സ്വീകരിച്ചിട്ടുള്ള നടപടി എന്നതടക്കമുള്ള കാര്യങ്ങൾ ആരോഗ്യമന്ത്രിയും സഭയിൽ വിശദീകരിക്കും. അങ്ങനെ നിരവധി വിഷയങ്ങൾ ഇന്നിപ്പോൾ സഭയിൽ ഉയർന്നു വരും. വരും മണിക്കൂറുകളിൽ 9 മണിക്ക് ചോദ്യോത്തരവേളയോടുകൂടി തന്നെ സഭാ സമ്മേളനം ആരംഭിക്കുന്നതായിരിക്കും. യെസ്, ശരിയാ ഷീജ, താങ്ക് യു.